PC ഹരിദാസ്. സൗദി അറേബ്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി. ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? നിറകുടം തുളുമ്പു. സന്ധ്യമയങ്ങും നേരം. ചന്ദ്രനാകുന്ന കുടത്തിൽ നിന്നും. ഭയങ്കര കവിതയാണല്ലോ. കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരയക്കരയക്കരെ. അക്കരയക്കരയക്കരെ. എന്നെന്നും രാഗതാള നിബദ്ധമായ ഒരനുഭവം. എന്നെന്നും എന്ന ഈ സംഗീതയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ പാടാൻ എത്തിയിരിക്കുന്നത് PC ഹരിദാസ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി. ഹരിദാസ് എവിടുന്നാ വന്നിരിക്കുന്നത്? ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സൗദിയിലെ അൽഖബാർ എന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഓഹോ. സ്വദേശം പത്തനംതിട്ട, കൈപ്പറ്റൂർ. സംഗീതം അഭ്യസിച്ചിട്ടുണ്ടോ? ഞാൻ 7 years പഠിച്ചാണ്. മാവലിക്കര ഒരു അയ്യാക്കുട്ടി ഭാഗവതർ ഉണ്ടായിരുന്നു, അദ്ദേഹം പഠിപ്പിച്ചാണ് 7 years. 7 years പഠിച്ചു. ക്ലാസിക്, കർണാട്ടിക് ക്ലാസിക്കൽ അല്ലേ? ആദ്യമായിട്ട് ഇപ്പൊ പാടുന്ന ഏതാ? നമുക്ക് അച്ചാനി എന്ന ചിത്രത്തിലൊരു പാട്ടുണ്ടല്ലോ, എന്റെ സ്വപ്നത്തിൻ താമരപ്പയിൽ. ഇഷ്ടമാണ്, നല്ല ഗാനമാണ്. ദേവരാജ മാഷ്. അതെ അതെ. എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി. നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു. ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. നന്നായിരുന്നു, ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു ഇവിടെ. അപ്പൊ സൗദിയിൽ എങ്ങനെയാ പ്രോഗ്രാമൊക്കെ കാണാനൊക്കെ സമയമൊക്കെ കിട്ടാറുണ്ടോ? പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോ ടൈം വളരെ കുറവാണ്. പിന്നെ കിട്ടുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, പാട്ടൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതെ, സാധാരണ അങ്ങനെ ഒന്നാമത് ടൈം ഇല്ല, അത് തന്നെ ഏറ്റവും വലിയ പ്രോബ്ലം. ഞാൻ കെമിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവിടെ. അപ്പം യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ ഇനി അടുത്ത പാട്ടിലോട്ട് കിടക്കാം. ഏത് പാട്ടാ പാടുന്നതിന്? മയിലാടുംകുന്ന് എന്ന ചിത്രത്തിലൊരു ഗാനമല്ലേ, സന്ധ്യമയങ്ങും നേരം. വയലാർ ദേവരാജൻ കോമ്പിനേഷൻ. സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയുന്ന നേരം. ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു. എനിക്കെന്തു നൽകാൻ വന്നു. ഓ സന്ധ്യമയങ്ങും നേരം. ഹരിദാസ്, ഇപ്പോ നഗരത്തിലൊന്നും കാണാൻ കഴിയാത്ത കാഴ്ചകളൊക്കെ കുറിച്ചാണല്ലോ ഇപ്പൊ പാടി ഞങ്ങൾക്ക് വിവരിച്ചു തന്നത്. നന്നായിരുന്നു. പോകുന്നതിന് മുമ്പ് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നോ? സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ എനിക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡീഷൻ ഉണ്ട്, ലൈറ്റ് മ്യൂസിക്സ് ഒക്കെ പാടാറുണ്ട്. അതെ. പിന്നെ ചാനൽസിലൊക്കെ പാടാറുണ്ട്. കാസറ്റ്സ് കുറച്ച് ചെയ്തിരുന്നു. ഓക്കെ. ഇനി എന്താ പാടുക? ഇനി നിറകുടം തുളുമ്പി. നിറകുടം തുളുമ്പില്ല എന്നല്ലേ ഞാൻ കേട്ടിരിക്കുന്നേ? അതെന്താ കവി അങ്ങനെ എഴുതിയത്? വയലാർ തന്നെയാന്ന് തോന്നുന്നു. അതെ അതെ അതെ. നിറകുടം തുളുമ്പി നിന്റെ തിരുമുഖം തിളങ്ങി. നിലാവേ നിലാവേ നീയൊരു
ഗംഭീരായിരുന്നു ഹരിദാസ്. നമ്മുടെ നേരത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? എനിക്ക് കിട്ടി. എന്താ? നിറവിടം തുളുമ്പ്. ചന്ദ്രനാകുന്ന കുടത്തിൽ നിന്നും നിലാവ് അങ്ങനെ തുളുമ്പി ലോകം മുഴുവൻ അതിന്റെ ഭംഗിയോടെ നിറച്ചിരിക്കുകയാണ്. ഭയങ്കര കവിതയാണല്ലോ. എന്റെ അല്ല, കവിയുടെ വർണ്ണനയാണ്. അപ്പോ ഇനി ഹരിദാസിന് ഭാവിയിലേക്ക് എല്ലാ നല്ല ഉയർച്ച ഉണ്ടാവട്ടെ. ദൈവം അതിനുള്ള അനുഗ്രഹം തരട്ടെ. ഇനി നമുക്ക് ഇപ്പൊ പാടിയിൽ നിന്നും ഒക്കെ കുറച്ച് വ്യത്യാസമായിട്ട് ഒരു നാടൻ ശൈലിയിൽ ഒരു പാട്ട് പാടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ശരി. പക്ഷേ ഏതാ പാടുന്നേ? കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ അക്കരെ ഡോക്ടർ എന്ന ചിത്രത്തിലെ. അതെ, വളരെ നല്ലൊരു ഗാനമാണ്. പി ഭാസ്കരൻ മാഷിന്റെ അല്ലേ? ഭാസ്കരൻ മാഷിന്റെ. വെള്ളമുകിലുകൾ വിരിനീർത്തും വെള്ളിത്താരം തിരിനീട്ടും വെള്ളിത്താരം തിരിനീട്ടും അക്കരെ അക്കരെ അക്കരെ